ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഉള്ളിത്തീയലിന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ, ഉണക്ക തേങ്ങയാണ്, പിന്നെ പുളി പിഴിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി മുഴുവനായിട്ടുള്ളതും കുറച്ച് അരിഞ്ഞു വെച്ചതും, പിന്നെ ഉലുവ, മല്ലി, കുരുമുളക്, പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ കുറച്ച് ഉള്ളി നമുക്ക് തേങ്ങ വറക്കുന്നതിനുള്ളത്, പിന്നെ ഒരു കഷ്ണം ബ്രൗൺ ഷുഗർ, പിന്നെ നമുക്ക് 4-5 വറ്റൽമുളക്. ഇനിയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് മല്ലി മുഴുവനായിട്ടുള്ളത്, കുരുമുളക്, ഉലുവ, എടുത്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളി, വറ്റൽമുളക്, ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറിയ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ശകലം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചൂടാറി കഴിയുമ്പോൾ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചതും മുഴുവനായിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ശരിക്ക് വഴണ്ട് വരണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചേക്കുന്ന ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം. ഇനി നമ്മുടെ അടപ്പ് മാറ്റി കൊടുക്കാം. ഉള്ളിക്കറി ഇളക്കി എല്ലാ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. കൂട്ടുകാരെ, അപ്പോൾ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിത്തീയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മെച്ചുകൊണ്ട് പറയുകയല്ല, നല്ല അടിപൊളി തീയലാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്കിനി അടിപൊളി വിഭവമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.